തമിഴ്നാട്ടിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ പലപ്പോഴായി കേട്ട ഒരു സ്ഥലമാണ് ഈ കോമോ ലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ അപ്പളേ ഇട്ട് വെച്ച ഒരു സ്ഥലം കൂടിയാണ്. ഞാൻ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് ഒരു 50 കിലോമീറ്റേഴ്സോളം ഉണ്ട് ഈ കോമോ ലേക്കിൽ. സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ 50 കിലോമീറ്റേഴ്സ് ഒക്കെ കവർ ചെയ്യാൻ വെറും ഒരു 40-45 മിനിറ്റ്സ് ഒക്കെ മാക്സിമം മതിയാവും. പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ലാത്ത ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇവിടേക്ക് വരാൻ പറ്റിയത്. ജേർണി ഇറ്റ് സെൽഫ് വാസ് സോ ബ്യൂട്ടിഫുൾ. ക്ലൈമറ്റ് പ്രഡിക്ഷൻ പ്രകാരം ഇന്ന് നല്ല മഴയാണ്. എന്നാലും കുഴപ്പമില്ല, ചെറിയൊരു റിസ്ക് എടുത്ത് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അധിക സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. മഴ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും മഴയൊന്നും അങ്ങനെ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയായിട്ട് ചെറിയൊരു ഡ്രിസ്ലിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്ലൗഡ്സ് ഒക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. മഴ പെയ്യാൻ വേണ്ടി ഇരിക്കുന്നു, എന്നാൽ മഴയില്ല. എനിക്ക് അങ്ങനത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ക്ലൈമറ്റിൽ തന്നെ എനിക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ലേക്ക് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് നമ്മുടെയൊക്കെ ചെറുതിൽ ഈ കമ്പ്യൂട്ടർ വാൾപേപ്പേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോലത്തെ ഒരു പ്ലേസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം. ഇനിയും ഞാൻ വരും ഇവിടെ. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വൈനും പിന്നെ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഇതുമാണ് ഞാൻ വാങ്ങിച്ചത്. കാണുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി തോന്നുമെങ്കിലും എനിക്കത് ഭയങ്കര ഹെവി ആയിരുന്നു. കാരണം ചീസും അങ്ങനെ കുറേ ഉള്ളത് കൊണ്ട് എനിക്ക് ഹെവി ആയി തോന്നി. ലാസ്റ്റ് ഞാൻ ഫോർക്കും പ്ലേറ്റും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പം വെയിറ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ എനിക്കത് അത്ര ഒരു നല്ല ചോദ്യമായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഫുഡൊക്കെ വേസ്റ്റ് ചെയ്യുന്നത് അവർക്ക് കുറച്ച് ഒഫൻഡഡ് ആവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ ബ്രാവോ. അപ്പം എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഇത്തിരി ഒഫൻഡഡ് ആവുമായിരുന്നു. വൈഷേപ്പ് കിടക്കുന്ന ഈ ലേക്ക് അതിൻ്റെ റൊമാൻറ്റിക് വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ കപ്പിൾ സ്പോട്ടാണിത്. അവരുടെയൊക്കെ ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസും കൂടെയാണ്. ഈ വീഡിയോ ക്ലിപ്സൊക്കെ ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ് ഈ ലേക്കിൻ്റെ. ഇനിയും വേറെയും പല നല്ല ഭംഗിയുള്ള പല പല പാർട്സ് ഉണ്ട്. സോ ടച്ച് വുഡ് ഞാൻ ഇനിയും വരും ഇവിടെ. സോ ഹോപ്പ്ഫുള്ളി അപ്പം ഞാൻ ഇനിയും വിശദമായിട്ട് ഒരു വീഡിയോ എടുത്തിടുന്നതായിരിക്കും.